ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരിയുള്ള ചെറിയ മണ്ണുകളൊക്കെ ഉണ്ട്. ഈ സൈക്കിളിൽ അങ്ങനെ റാലിയുടെ സ്റ്റിക്കേഴ്സ് കുറച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ എടുക്കാം, തിരിച്ചു വയ്ക്കാമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. ആക്ച്വലി തേർഡ് സെക്കൻഡ് ഹോസ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചു പിടിപ്പിക്കാതെ. ശരി, എങ്ങനെ പിടിപ്പിച്ചിട്ട് അപ്പോഴാണ് ഫ്ലെക്സിബിൾ ആവുള്ളൂ. നമ്മളിന്നുള്ളത് കലൂരുള്ള ഗോപികൃഷ്ണൻ സാറിൻ്റെ വീട്ടിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും റീസ്റ്റോറേഷനുമാണ്. അതായത് പഴയ റാലി സൈക്കിൾസ് എൻ്റെ ഒരു കളക്ഷനുണ്ട്. ഒപ്പം തന്നെ നല്ല രീതിയിൽ സൈക്കിൾസ് റീസ്റ്റോറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോപികൃഷ്ണൻ സാറിൻ്റെ അടുത്തു നിന്ന് ബാക്കി റീസ്റ്റോറേഷൻ ജേണിയും വിശേഷങ്ങളും ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കാം. ഗോപികൃഷ്ണൻ സാർ, നമസ്കാരം. സാർ, എനിക്കൊന്ന് നമ്മൾ പരിചയപ്പെട്ട തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ച് സൈക്കിൾ ചെയ്യുന്ന കണ്ടപ്പോഴാണ് സ്റ്റേഡിയത്തിൽ വെച്ച് അതെ കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഈ സൈക്കിളായിരുന്നു അല്ലേ, ഈ ഫസ്റ്റുള്ള ആ സൈക്കിളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം എനിക്ക് ഭയങ്കര ക്യാച്ചായിട്ട് തോന്നിയത് അത് നല്ല രീതിയിൽ എസ്തെറ്റിക്സിൽ അത് റീസ്റ്റോർ ചെയ്തത് കൊണ്ടാണ് എനിക്ക് അത് ഭയങ്കര ഐക്യാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ സാർ ഒന്ന് പറയാമോ, എങ്ങനെയാണ് ഈ ആൻറ്റിക് സൈക്കിളിനോട് അല്ലെങ്കിൽ റാലി സൈക്കിളിനോടുള്ള ഒരു താല്പര്യം തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ആ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് എവിടെ തൊട്ടായിരുന്നു എന്ന് പറയാം? ആക്ച്വലി ജേണി സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് സൈക്കിളിനോട് ഭയങ്കര ഒരു കുട്ടിക്കാലം തൊട്ട് ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ സൈക്കിൾ തന്നെ അന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റാലി, ഹെർക്കുലീസ് ഉണ്ട്, ഹീറോ ഉണ്ട്, റാലി ഉണ്ട്. പക്ഷേ ഒരു ഏറ്റവും നല്ലതെന്നുള്ള നിലയ്ക്കുള്ള അച്ഛൻ്റെ അഡ്വൈസ് തന്നെ റാലി എടുത്താൽ മതി എന്നുള്ളൊരു അഡ്വൈസ്. ശരി, ഫാദറാണ് പറഞ്ഞാൽ? അച്ഛനാണ് പറഞ്ഞത്. അച്ഛൻ ഒരുപാട് സൈക്കിൾ പ്രേമിയായിരുന്നു. ശരി ശരി, ഓക്കെ. അപ്പോൾ റാലി തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ എറണാകുളത്ത് ഉള്ള ഒരു സൈക്കിൾ സ്റ്റോറിൽ നിന്ന് എസ് രാമയ്യരാണെന്നാണ് എൻ്റെ ഓർമ്മ, MG റോഡിൽ 1981. ഓക്കെ, ഇതാണ് ഈ സൈക്കിൾ. ആ സൈക്കിളാണിത്? ഇതാണ് മിഡിലിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്നോട് അത്രയധികം താല്പര്യമുള്ളതുകൊണ്ട് അത് ഒരു പോർലേൽപ്പിക്കാണ്ട് കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അല്ല 81 42 ഇയേഴ്സുള്ള. ഓക്കെ. അങ്ങനെ അപ്പോഴും സൈക്കിൾ നല്ല പാഷനുള്ളിലുണ്ട്. പക്ഷേ ആഴ്ചയിൽ കൂടുതൽ സൈക്കിളുകൾ മേടിച്ച് വെച്ചിട്ട് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ നിന്നുപോയി. പിന്നെ ഈ സൈക്കിൾ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ വരെയും കൊണ്ടുപോകായിരുന്നു. ശരി. അതിനുശേഷം പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴൊരു സൈക്കിള് ഒരെണ്ണം വേണ്ടി വേണം. പക്ഷേ അത് ഇതായിരിക്കണം, പഴയതായിരിക്കും, വിൻറ്റേജ് സൈക്കിൾ ആയിരിക്കണം എന്നുള്ള താല്പര്യം വന്നപ്പോൾ അങ്ങനെ പിന്നീട് അടുത്തടിച്ച് കിട്ടിയതാണ്. എനിക്കത് 3-4 വർഷം മുമ്പ് കിട്ടിയാണ് ഈ സൈക്കിൾ. ഓക്കെ. ശരിക്കും എനിക്കൊരാളുടെ ഞാൻ വാങ്ങിച്ചതാണ്. പുള്ളിയുടെ ഫാദറിൻ്റെ കാലം തൊട്ട് ഉപയോഗിക്കുന്നതാണ്. 55 സൈക്കിളാണ്. 55 സൈക്കിളാണ്. 20 വർഷമായി. ഓക്കെ. അപ്പോൾ അന്നങ്ങനെ ചെന്ന് കണ്ടു. അപ്പോൾ തന്നെ കൈയോടെ വാങ്ങിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അങ്ങനെ വന്നു. പിന്നെ അതിന് ശേഷം അതിൽ കുറേ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ബാക്കിയെല്ലാം കണ്ടീഷനാക്കി. അല്ല, അപ്പം ഈ രണ്ടാമത് സൈക്കിൾ വേണമെന്ന് തോന്നിയപ്പോഴും റാലി തന്നെ ആയിരുന്നോ മനസ്സിൽ? റാലി തന്നെ വേണം എന്ന ഒരു റാലി, അല്ലെങ്കിൽ റാലി കമ്പനിയുടെ തന്നെ ഹമ്പർ എന്ന് പറഞ്ഞിട്ട് അതിനോട് വലിയ താല്പര്യമാണ്. പക്ഷെ അതിപ്പോൾ കിട്ടാനില്ലായിരുന്നു. ഓക്കെ. പിന്നെ റാലി തന്നെ കിട്ടിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, റാലി തന്നെ എടുത്തു. പിന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അത്രയും പഴയതാണ്, 70 years ആണ്. അന്നത്തെ കാലത്ത് ഈ സൈക്കിൾ ഫ്രെയിം പമ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആകുമ്പോൾ തന്നെ മേക്കിനായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയുള്ളൊരു സൈക്കിൾ കിട്ടി. ഓക്കെ. ഇതപ്പോൾ പമ്പ് ഞാൻ പിന്നീട് ഓൺലൈനിൽ വാങ്ങിച്ചു. ഓക്കെ. കുറേ അന്വേഷിക്കേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ അല്ല ഇവിടെ മാർക്കറ്റിലൊന്നും കിട്ടാനുള്ളതല്ല. ഓക്കെ. കുറേ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. അപ്പം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പമ്പ് കിട്ടി. പിന്നെ ബ്രൂക്സ് സാഡിലിനോടൊരു ഭയങ്കര ഫാഷനായിരുന്നു. അത് പഴയ ഇംഗ്ലണ്ടിൻ്റെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അതും എന്താ പറയുക, ഇപ്പോൾ എൻ്റെ എല്ലാ വണ്ടിക്കും ബ്രൂക്സാണ്. എക്സ്പെൻസീവ് ആണ്, എന്നാലും അതിനോടുള്ളൊരു താല്പര്യമാണ്. ബ്രൂക്സ് സാഡിലിന് എല്ലാത്തിനും വാങ്ങിച്ച് ബ്രൂക്സ് തന്നെ ഇട്ടിരുന്നത്. ഓരോന്നിനും ഓരോ മോഡൽ ബ്രൂക്സ് വാങ്ങിച്ച് കിട്ടുന്നു മാത്രമേ. ഓക്കെ.
സൈക്കിൾ റൈഡിങ്ങൊപ്പം സൈക്കിൾ കളക്ഷനോടൊപ്പം സൈക്കിൾ റൈഡിങ്ങും താല്പര്യമാണ്, ഒരു പാഷനാണ്. നമ്മൾ പരിചയപ്പെട്ടത് അതെ അതെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മിക്കവാറും എല്ലാ ദിവസവും സൈക്കിൾ ചെയ്യും അല്ലേ? ഒന്ന് 1 മണിക്കൂർ മിനിമം. ഓക്കെ. എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊന്നുമില്ല, സ്റ്റേഡിയത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ കലൂർ കടന്ന റോഡ് അങ്ങനെ ഏതെങ്കിലും സൈഡിലായിരിക്കും. അങ്ങനെ എന്താണെന്നറിയില്ല. സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ജീവിതശൈലിയുടെ ഭാഗമായി മാറി, ജീവിതശൈലിയുടെ ഭാഗമായിട്ടും മാറി. അതിനോടൊരു പ്രത്യേക ഒരു താല്പര്യമാണ്. ഓക്കെ. അല്ല, അതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആളുടെ കഥ പറഞ്ഞു. നമുക്ക് ഒരാളും കൂടെ ഉണ്ടല്ലോ അപ്പുറത്ത്. ഒരാളും കൂടി ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, സൈക്കിൾ കളക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്കുമ്പോൾ ഒരിടയ്ക്ക് റാലി സൈക്കിൾ നിന്ന് പോയി ഇപ്പോൾ സപ്ലൈ ഇല്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓൺലൈനിൽ ഒരു സൈക്കിൾ സ്റ്റോറിൽ, അത് ലൂധിയാനയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റാലി സൈക്കിൾ അവൈലബിൾ ആണെന്നുള്ളൊരു ഇത് കണ്ടിട്ട് പുതിയ സൈക്കിളാണത്. ഇത് പുതിയ മോഡലാണ്. ഒരു 1-2 വർഷത്തെ പഴക്കമുള്ളൂ. ഓക്കെ. പക്ഷേ ആ കളക്ഷൻ ഉണ്ട്. പിന്നെ അത് എഴുതിയേക്കുന്നത് ഒരു പൊതുവെ ഇംഗ്ലണ്ട് സൈക്കിളിൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ സ്റ്റമ്മി ആർസർ ഗിയർ, 3 സ്പീഡ് ഗിയർ, അതായത് കൂടെയുള്ളതല്ല, പിന്നീട് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്താണ് അതിൽ. ഓക്കെ. അതും ഇങ്ങനെ ഓൺലൈനിൽ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടിയാണ്. എപ്പോഴും കിട്ടാനുള്ള സാധനമല്ല. കൊള്ളാം. എനിക്കറിയാം ഈ ഒരു ചോദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമായിരിക്കും. എന്നാലും 3 പേരുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പ്രിയം ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാവുമോ, അതോ കൂട്ടത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ പ്രിയം എൻ്റെ നടക്കിയിരിക്കുന്ന സൈക്കിൾ? അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. ദേവൻ തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് കമ്പാനിയനായിട്ട്. ഞാൻ തന്നെ പോയി ഷോറൂമിൽ വെയിറ്റ് ചെയ്തിരുന്ന് അസംബിൾ ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന്. അതിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ഓക്കെ. കാര്യം കൂടുതൽ വിൻറ്റേജ് സൈക്കിൾ ഏതാണെന്ന് ചെയ്താണ്, എങ്കിലും കൂടുതൽ താല്പര്യം ഇതിനോടാണ്. ഓക്കെ. അല്ല, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വേറെ പുതിയ സൈക്കിളിനോട് അന്നേരവും ഒരു ഇത് തോന്നിയിട്ടില്ലായിരുന്നു? ഈ 81 എനിക്ക് പുതിയ സൈക്കിളിനോടുള്ളൊരു താല്പര്യം എന്ന് വെച്ചാൽ, പിന്നെ പുതിയ മോഡൽ ന്യൂജൻ സൈക്കിൾ ഉണ്ടല്ലോ, അതെ, അങ്ങനെ താല്പര്യം തോന്നിയിട്ട് ഞാനൊരു സ്കോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. സ്കോട്ട് ഇപ്പോൾ എന്തെങ്കിലുണ്ട്. ഓക്കെ. അത് ഗിയർ സൈക്കിളാണ്, 7 സ്പീഡ് ഗിയറിൻ്റെ ഒരു സ്കോട്ട്. ഓക്കെ. അപ്പോൾ സാറേ, നമുക്ക് ഏറ്റവും പ്രിയമുള്ള ആളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്? ഈ സൈക്കിള് ഏതാ ഇയർ എന്ന് പറഞ്ഞാൽ? 1981 മോഡൽ. ഓക്കെ. 81 മോഡല്. അത് എൻ്റെ സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ളതാണ്. അന്നത്തെ സൈക്കിൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യം കിട്ടാൻ താല്പര്യമുള്ളുണ്ട്. എപ്പോഴും മേടിക്കുമ്പോൾ നല്ലത് മേടിക്കണം എന്നുള്ളൊരു ഇതിലായിട്ട്. അപ്പം അന്നത്തെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരെണ്ണം നോക്കിയിട്ട് റാലി തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വായിട്ട് എടുത്താണ്. പിന്നെ അന്ന് തൊട്ട് അതിനോടൊരു പ്രത്യേക താല്പര്യവും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഡെയിലി തുടക്കലും. പിന്നെ അതൊരു കമ്പാനിയനായിട്ട് എപ്പോഴും സ്കൂളിൽ പോലെ കോളേജിൽ പോലെ ഒക്കെ ഇതിലായിരുന്നു. പിന്നെ അത് ഒരു യൂസ് ആൻഡ് ത്രോ എന്നുള്ളതിനപ്പുറത്തൊരു കുടുംബത്തിലെ മെമ്പർ മാതിരി ആവും. തീർച്ചയായും ഇത്രയും വർഷം ആകുമ്പോൾ അതിനോട് അറ്റാച്ച്മെൻ്റ് ആവുമല്ലോ. അതെ. അപ്പോൾ അതിന് ഒരിക്കലും കളയരുതെന്നുള്ളൊരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ. ഓക്കെ. നല്ലൊരു സെലക്ഷൻ ഇതായിരുന്നു. ഓക്കെ. ഓപ്ഷനായിരുന്നു ഒന്ന് റാലി തന്നെ എടുക്കുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം കാര്യമായിട്ടൊരു കേടുപാടുകളും വന്നിട്ടില്ല. മഡ്ഗാർഡ്, ഹാൻഡിൽ ബാർ ഒന്നും തന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല. എല്ലാം ആ ഒറിജിനൽ സാധനങ്ങളാണ്. ഓക്കെ. ഇത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന് അങ്ങനെ കാര്യമായ മെയിൻ്റനൻസ് അങ്ങനെ കാര്യമായിട്ട് വരില്ല. നമ്മളത് വൃത്തിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വരില്ല. കാരണം അതിൽ തുരുമ്പ് കയറാതെ നോക്കുക. ഓക്കെ. അങ്ങനെയൊക്കെയുള്ളതാണ് അതിൽ മെയിനായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നിന്നോളൂ. പിന്നെ അന്നത്തെ സ്റ്റീലും കുറച്ചുകൂടി ഇപ്പോഴത്തേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഇതായിരുന്നു. ഓക്കെ. അപ്പോൾ മഡ്ഗാർഡ് ഞാൻ പറഞ്ഞില്ല, ഒരു ഓട്ടോ പോലും വന്നിട്ടില്ലായിരുന്നു പണ്ടത്തെ സെയിം ആയിട്ട്. സാർ, ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് റീസ്റ്റോറേഷൻ ചെയ്തേക്കുന്നത്? റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഫ്രെയിം പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമുള്ള സാധനമാണത്. ഫ്രെയിമിനോട് പമ്പിന് സൈക്കിളിനൊരു ഭംഗിയുമാണ്. പിന്നെ ഒരു പഴയ കാലഘട്ടത്തിൽ സൈക്കിളുകൾക്കൊക്കെ ഇതുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് രണ്ടും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ പമ്പ് ഇതിവിടെ കിട്ടിയില്ല, അത് ചെന്നൈയിൽ നിന്നാണ് വാങ്ങിച്ചത്. ചെന്നൈയിലിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ചെന്നൈയിലൊരു സ്ഥലത്ത് പഴയൊരു എൻ്റെ ഒരു സൈക്കിൾ ഷോപ്പ് നടത്തുന്ന ഒരു ആളുടെ എല്ലാവർക്കും അറിയാമായിരിക്കും, ലതാ സൈക്കിൾ സ്റ്റോറിൽ. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇനി ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗോറ സൈക്കിൾസ് കൊണ്ടൊരു പഴയ സൈക്കിൾ ഷോപ്പ് ഉണ്ട്, അവിടെ ചെന്നാൽ താല്പര്യപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. ഒരു അഡ്രസ്സ് വന്നിട്ട് ഞാൻ അപ്പോൾ എനിക്ക് ആ ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് പോകേണ്ടിയും വന്നിരുന്നു. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ചെന്ന് സാധനം കിട്ടി. അങ്ങനെ ഇപ്പം ബ്രാക്കറ്റൊക്കെ ചെയ്ത് അമ്മ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഫ്രെയിം പമ്പ് കിട്ടി. ശരിക്കും വർക്ക് ചെയ്തു. ഒറിജിനൽ പമ്പാണ്. ഓക്കെ. വർക്ക് ചെയ്യണം പമ്പ്.
പിന്നെ പെയിൻറ്റിങ് ഇടയ്ക്ക് മാറ്റേണ്ടി വരാറുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റീലിന് കുഴപ്പങ്ങളൊന്നുമില്ല. തുരുമ്പോൾ പിന്നെ ഹോള് വീഴുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ബാക്കിയെല്ലാം പിന്നെ ഹബ്ബ് പിന്നെ മഡ് ഗാർഡ് ഒന്നും മാറ്റിയിട്ടില്ല. റിമ്മ് ചിലപ്പോൾ ഒന്നിനോടെ മാറ്റിയിട്ടുണ്ട്. റിമ്മ് സാധനം നമ്മൾ യൂസ് ചെയ്യും ബ്രേക്ക് അടിക്കുമ്പോഴൊക്കെ തീരുമാനം വരും. റിമ്മ് മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുള്ളൂ, പഴയ ഹാൻഡിൽ തന്നെയാണ്. ഓക്കെ. പിന്നെ പണ്ടുകൂട്ടിയുള്ളൊരു താല്പര്യം എന്ന് വെച്ചാൽ എൻ്റെ സാഡിലായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഒരു സാഡിലുണ്ട്, ബ്രൂക്സ് കമ്പനിയുടെ. ബ്രൂക്സ് അല്ല? ബ്രൂക്സ് അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. പെട്ടെന്ന് അങ്ങനെ കേടുവരില്ല. അത് ഞാൻ ലെതറിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്, സ്പ്രിങ്ങിന് പ്രത്യേകതയുണ്ട്. ഉപയോഗിക്കുമ്പോൾ ബ്രൂക്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലൊന്ന് വേറെ തന്നെ. ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അതിന് ഉപയോഗിക്കും തോറും അത് നമ്മൾ ഓരോ ആൾക്കാർക്കും സ്യൂട്ടായി വരും. ഓക്കെ ഓക്കെ. കിലോമീറ്ററിൽ കണ്ടവാനം ഉപയോഗിക്കും തോറും അത് ഷേപ്പായി വരുന്നതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അതിൽ ലെതർ ക്വാളിറ്റി, സ്പ്രിങ് ക്വാളിറ്റി എല്ലാം. ഓക്കെ. ഇതിപ്പം സാറ് ഈ ബ്രൂക്സിൻ്റെ സൈഡിൽ എപ്പോഴാണ് കയറ്റിയത്? ഒത്തിരി നാളാണ് കയറ്റിയിട്ട്? ബ്രൂക്സ് സാഡിലുകൾ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്. 3 വർഷം അല്ലേ? 1 by 1 ആയിട്ട് ഓരോന്ന് വാങ്ങിച്ചിട്ട്. ഓക്കെ ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അതെ, പിന്നെ അതിനോടുള്ളൊരു താല്പര്യം എല്ലാത്തിലും ബ്രൂക്സ് കയറ്റിയല്ലേ? അതും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, ഇവിടെ അവൈലബിൾ അല്ല. അല്ലേ? അതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ട് ബ്രൂക്സ് സാഡിലിനൊക്കെ? ഇപ്പോൾ അതിന് സ്റ്റാർട്ടിങ് ഒരു 18,000 ഒക്കെ വരും ഇന്ത്യൻ പണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ. സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഓരോ മോഡൽസ് ഉണ്ടോ? എങ്ങനെ? 150, 160 USD ഒക്കെ വരും. ഓക്കെ. പിന്നെ എൻ്റെ ഇമ്പോർട്ട് ഫീ എല്ലാം അടക്കുമ്പോൾ ഇമ്പോർട്ട് ഫീ വരും. ഏതാണ്ട് എൻ്റെ 50% ഇമ്പോർട്ട് ഫീ വരും. പിന്നെ ഷിപ്പിംഗ് ഫീ വരും. എല്ലാം കൂടി അടക്കം എൻ്റെ ആദ്യത്തെ മോഡലിന് ഏതാണ്ട് 15,000 രൂപ വാങ്ങി. ഓക്കെ. പിന്നെ ഉള്ളതിനൊക്കെ കുറച്ച് കൂടി 18 ആ ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഹാൻഡിലിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയേക്കുന്നത്? ഹാൻഡിൽ ചേഞ്ചസ് ഒന്നും കാര്യമായിട്ട് വരുത്തിയിട്ടില്ല. ഹാൻഡിൽ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ പ്ലേറ്റിംഗ് പോകുമ്പോൾ ഒന്ന് ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഭയങ്കര കംഫർട്ടാണ് റാലിയുടെ ഹാൻഡിൽ നിന്ന്. പൊതുവെ കുറച്ച് ഇത്തിരി വൈഡാണ്. ഇരുന്ന് ചവിട്ടുമ്പോഴുള്ള സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള റൈഡിങ് കംഫർട്ട് നല്ലതാണ്. അപ്പോൾ സാറേ, നമ്മുടെ അടുത്ത താരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 70 കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. 70 കൊല്ലം അല്ല? എനിക്കൊരാളുടെ നിന്ന് കിട്ടിയതാണിത് ഒരു 5-6 വർഷം മുമ്പ്. അപ്പം പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറും കണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്നാണ് ഞാൻ പറയണത്. 1950s ഒരു 54 or 55 അങ്ങനെ എന്തോ ഇയറെന്ന് പറഞ്ഞു കിട്ടിയിട്ട് ഓർക്കല്ല. കേരളത്തിൽ നിന്നാണോ? അത് കേരളത്തിൽ നിന്ന്, തൃപ്പൂണിത്തിൽ നിന്ന് വാങ്ങിച്ചത്. തൃപ്പൂണിത്തറാണ്? ഓക്കെ. തൃപ്പൂണിത്തിൽ എരൂരുള്ള ഒരാളുടെ നിന്ന് വാങ്ങിച്ചത്. ശരി. അതിങ്ങനെ അവർ OLX ഇട്ടിരുന്നു. അവർക്ക് ഇപ്പം ഞാൻ ഈ പുള്ളി ജോലി സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പം പിന്നെ കൊടുത്തു കളയാമെന്ന് വിചാരിക്കും. അങ്ങനെ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, പിന്നെ അത് താല്പര്യമുള്ള ഒരാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കാലകാലം ഇരുന്നോളുമല്ലോ. അതെ. അപ്പം അങ്ങനെ പറഞ്ഞ് പുള്ളിക്കും വലിയ താല്പര്യം, എൻ്റെ ഈ സൈക്കിളിനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. പിന്നെ കൊടുത്ത് ഏൽപ്പിക്കാനുള്ള റൈറ്റ് പേഴ്സണാണെന്ന് പുള്ളിക്ക് തോന്നിയോണ്ടായിരിക്കും എനിക്കത് തോന്നുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചു. 6 വർഷമായല്ലേ നമ്മുടെ കയ്യിലെത്തിയിട്ട്? അതെ 6 വർഷമായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ 6 വർഷമായിട്ടുള്ള ജേണി ഒന്ന് പറയാമോ ഈ സൈക്കിളുമായിട്ട്? പിന്നെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തത്? ഇതിനോട് വലിയൊരു താല്പര്യമായിരുന്നു, കാരണം ഇത് കിട്ടിയപ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഓരോ സൈക്കിൾ എക്സ്പെർട്ടുമാരെ കാണിച്ചപ്പോൾ അതിൻ്റെ ഒന്നും മാറ്റിയിട്ടില്ല അവർ. ഇത്രയും പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മഡ് ഗാർഡ്, ഹാൻഡിൽ ബാറ്, പിന്നെ മറ്റേ
മെയിനൊരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഒന്നും മാറ്റിയിട്ടില്ല. ഈ സൈക്കിൾ ഇറങ്ങുന്ന കാലത്ത് ഫ്രെയിം പമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് വേണ്ടിയിട്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. ഈ ഇങ്ങനെ ഹാൻഡ് പമ്പാണത്. എവിടെയെങ്കിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പമ്പ് യൂസ് ചെയ്യാം. അത് വേറെ കാര്യമുണ്ട്. ആ സൈക്കിളിൽ തന്നെ ആ ഫ്രെയിമിൽ തന്നെ ഒരു സ്പ്രിങ് ആക്ഷനോട് കൂടിയിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഭയങ്കര ഹാൻഡി ആണല്ലേ. തിരിച്ച് വയ്ക്കാം. ഇത് വർക്ക് ചെയ്യുന്ന പമ്പാണ് ശരിക്കും. ഇങ്ങനെ വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഫ്രെയിം പമ്പ് ഉണ്ടായിരുന്നു. ഫ്രെയിം പമ്പ് ശരിക്കും പിന്നെ പമ്പ് ഉണ്ടായിരുന്നില്ല. പമ്പ് അവിടെ എവിടെ ഉണ്ട് നോക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതെന്തോ കിട്ടിയില്ല അത്. ഓക്കെ, പിന്നെ ഈ പമ്പ് ചെയ്യാൻ വേറെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒക്കെ അതിന് മിക്കവാറൊക്കെ എല്ലാം റോഡ് സ്റ്റർ സൈക്കിളിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയ കാരണം അത് കിട്ടി അങ്ങനെ. ഓക്കെ. പിന്നെ എന്താണ് സാറേ ഇതിൻ്റെ ബെല്ലൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് ബെല്ലൊരു പ്രത്യേകതയുള്ള ബെല്ലാണ്, പക്ഷേ അധികം പഴക്കമില്ല. ഞാൻ പുതിയത് വാങ്ങിച്ചാണ്. എങ്കിലും പിന്നെ ഒരു സ്പ്രിങ് ആക്ഷനിൽ ഒരു ബെല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റേ ബെല്ലുമായിട്ട് ഒരു ക്രീം എന്നുള്ള ഒരു ഇതിന് പകരം ഓരോ ബീറ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ ഇത് പിച്ചളയാണ്. പിന്നെ അത്യാവശ്യം പണ്ടുണ്ടായിരുന്നൊരു മോഡലാണ്. ഇപ്പോഴും അവൈലബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. പഴയ മോഡൽ ബെല്ലാണ്. പിന്നെ ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റാണ്. അതെ, ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഈ ചെറിയ കാണുന്നത് ഒരു ചെറിയ ടാങ്കാണ്. അത് ശരി. അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരി മണ്ണെണ്ണ വിളക്കില്ലേ, ആ മണ്ണെണ്ണ വിളക്ക് എപ്പോഴും കത്തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ പ്രാക്ടിക്കൽ ഒരു കൊണ്ടുനടക്കൽ ബുദ്ധിമുട്ട് കാരണം അത് കത്തിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വലിയ കട്ടിയുള്ള ലെൻസാണ്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കത്തുന്ന മണ്ണെണ്ണ വിളക്ക് തന്നെ ആ ലെൻസിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് വരും. ഇത് നമ്മൾ അഡീഷണൽ കയറ്റിയാണോ അതോ? അല്ല, ഉണ്ടായിരുന്നു ഇതിൽ. ഓക്കെ, ഇത് ശരിക്കും അങ്ങനെ വരുന്നതാണോ പണ്ടുള്ള പഴയ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു? ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ വേറൊരു കസിൻ്റെ വണ്ടിക്ക് ഇങ്ങനെ കണ്ടു. ഇപ്പം വണ്ടി ഇപ്പം ഇല്ല, കണ്ടു. കെറോസിനെ വെച്ച് വർക്ക് ചെയ്യിക്കാനാണ്. ശരി, ഇപ്പം നമുക്ക് കെറോസിനെ വെച്ച് വർക്ക് ചെയ്യിക്കും. വർക്ക് ചെയ്യിക്കാവുന്നതാണ്. കാരണം അതിൻ്റെ ഒട്ടും കേടുപാട് വന്നിട്ടില്ല. പഴയ കാലത്തെ ഒരു ഇരുമ്പ് തന്നെയാണെങ്കിലും അത് നാഗത്തകിടെന്നൊക്കെ പറയും. തുരുമ്പ് ഓട്ടയൊന്നും വരില്ലായിരുന്നു. ഈ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരിയുള്ള ചെറിയ മണ്ണുകളൊക്കെ ഉണ്ട്. ഒരു ചെറിയതാണ്, വളരെ ചെറുത്. അതിൽ തിരിയിട്ട് കത്തിക്കാവുന്നതാണ്. ഇപ്പോഴും വേണമെങ്കിൽ ഇത് തുരുമ്പ് വർക്ക് ചെയ്യാം. തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഈ ലെൻസിൽ കൂടി അത് പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു 2 വിൻഡോ ഉണ്ട്. ഒന്നിൽ പച്ച, ഒന്നിൽ ചുമപ്പൊക്കെ ആയിട്ട്. അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കൂടി ആ ലൈറ്റിൻ്റെ ഒരു ഗ്രീൻ ലൈറ്റ്, ഒരു സൈഡിലൊരു റെഡ് ലൈറ്റ്, അങ്ങനെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ചില്ല് പോലും പോയിട്ടില്ല. ആ വിൻഡോൻ്റെ ഗ്ലാസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെയുള്ള ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പമ്പാണ്. ഇത് ഈ 50s ഇറങ്ങിയിരുന്ന വണ്ടിക്ക് ബിൽഡിനായിട്ട് തന്നെ ഒരു ഫ്രെയിം പമ്പിനുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ടാവും അതിന്. ഓക്കെ, അതായത് ഇതാണത്, ഫ്രെയിം മോൾഡാണ്. ഈ ഒരു അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു 2 ബ്രാക്കറ്റ് വണ്ടിയുടെ കൂടെ തന്നെ ബിൽഡിനായിട്ട് ഉണ്ടാവും. ഓക്കെ. ഈ പമ്പാണെങ്കിൽ ശരിക്കുള്ള സൈക്കിൾ പമ്പ് വർക്ക് ചെയ്യാനാണത്. ഓക്കെ. അങ്ങനെ ഒരു പിന്നെ അത് ഇതിൽ ഫിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പ്രിങ് ആക്ഷനാണ്. ആ സ്പ്രിങ് ആക്ഷൻ വെച്ചിട്ട് ജസ്റ്റ് ആ ആക്ഷനിലാതെ തന്നെ അങ്ങനെ ഇരുന്നോളൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഭയങ്കര സിമ്പിളാണല്ലേ. അന്നത്തെ കാലത്തെ ഒരു ആ മോഡൽ വണ്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം അതേപോലെ തന്നെ അത് ഈ ഫ്രെയിമൊന്നും ഒറിജിനൽ ഫ്രെയിമാണ്. ഫ്രെയിം മാറ്റിയിട്ടില്ല. ഇത്രയും പഴക്കമുണ്ട്. ഇതിൻ്റെ സത്യം പറഞ്ഞ ഫ്രെയിം തന്നെയല്ല, മറ്റേ മഡ്ഗാർഡ് ഒന്നും മാറിയിട്ടില്ല. എല്ലാത്തിനും ഉപയോഗിച്ചത് നല്ല ഇനം സ്റ്റീലുകളായതുകൊണ്ട് ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പമ്പും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ ആകെ പുതിയൊരു പമ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ സാഡിൽ സാഡിലാണ് ഇതിൻ്റെ അടുത്തൊരു ഞാൻ ചേഞ്ചസ് വരുത്തിയേക്കണത്. ഓക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രൂക്ക് സാഡിലിനോടുള്ളൊരു താല്പര്യം. കാരണം ബ്രൂക്സിൻ്റെ ആദ്യത്തെ മോഡലുകളിലൊന്നാണ് B33 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അത് ഇതുമാതിരി ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കനാണ്. ഏതാണ് മോഡൽ? ഏതാണ്? B33. ഓക്കെ. അതും ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതിനെ കിട്ടാറില്ല. ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു കംഫർട്ടാണല്ലേ ഈ സാഡിൽ. നല്ല റൈഡിങ് കംഫർട്ടാണ്. അതിൻ്റെ സ്പ്രിങ് ക്വാളിറ്റിയും ലെതർ ക്വാളിറ്റിയും എല്ലാം നല്ല കംഫർട്ടാണ്. അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ പെയിൻറ്റ് മാറ്റിയിട്ടുണ്ടല്ലേ.
പെയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. പെയിൻറ്റ് മാറ്റേണ്ടി വന്നു. കാരണം കിട്ടുന്ന സമയത്ത് പെയിൻറ്റ് പോയിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെയിൻറ്റ് മാറ്റി. പെയിൻറ്റ് ഞാൻ എൻ്റെ താല്പര്യമുള്ള കളറുകൾ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നമ്മുടെ റാലിയുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എംബ്ലംസ്, ബാഡ്ജസ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഈ സൈക്കിളിൽ അങ്ങനെ റാലിയുടെ സ്റ്റിക്കേഴ്സ് കുറച്ചൊക്കെ ഉണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണെങ്കിലും അത് എന്തെങ്കിലും വെച്ച് പതുക്കെ കവർ ചെയ്ത് വെച്ചിട്ടൊക്കെ വെച്ചിട്ട് പോവാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ മോണോഗ്രാം, പഴയ മോണോഗ്രാം ഉണ്ട്, പിച്ചളയുടെ റാലിയുടെ ഒറിജിനൽ മോണോഗ്രാമാണ്. അതൊന്നും പോയിട്ടില്ല. ഹാൻഡിൽ ബാറൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ. പിന്നെ അത് ക്രോം ചെയ്തില്ല, അതിന് പകരം ബോഡി കളർ തന്നെ പെയിൻറ്റ് കൊടുക്കുക. അത് വേറൊരു മോഡലായിക്കോട്ടെ. സെയിം പഴയ ഒറിജിനൽ ഹാൻഡിൽ ബാർ തന്നെ. മാറ്റ് ഫിനിഷ് പെയിൻറ്റ് ആയതുകൊണ്ട് പിന്നെ അത് അതിൻ്റെ ആ ഒരു ആർമി ഗ്രീൻ വന്നപ്പോൾ സെയിം തന്നെ എല്ലായിടത്തും ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ആ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ആ ഓരോ പെയിൻറ്റിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇതിന് ആ ക്രോമിനേക്കാൾ നല്ല ഭംഗി വരുന്ന ആ സെയിം പെയിൻറ്റ് വന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ അതും ആ സാഡിലിൻ്റെ കളറായിട്ടൊരു നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ പിന്നെ ഇതിൻ്റെ മാറ്റിയിട്ട് സ്പ്രിങ് ആക്ഷനാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം, തിരിച്ച് വയ്ക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. ആക്ഷനിൽ ഇരുന്നുള്ളൂ. ഓക്കെ. ഇത് വർക്ക് ചെയ്യണ പമ്പാണ്. ഓക്കെ. ശരിക്കും നമ്മൾ റൈഡിൻ്റെ സമയത്ത് വേറെ സെപ്പറേറ്റ് ക്യാരിയറിലൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രെയിമിൽ തന്നെ മോൾഡാണ്. ഈ ഫ്രെയിം ബ്രാക്കറ്റിൽ ഇരുന്നോളൂ. ഓക്കെ. ഇനി ഇതിങ്ങനെ വർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും, ഓസ് കിട്ടും. ആ ഓസ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് പിടിപ്പിക്കാതെ. ശരി. എങ്ങനെ പിടിപ്പിച്ചിട്ട് അപ്പോഴാണ് ഫ്ലെക്സിബിൾ ആവുള്ളൂ. ഓക്കെ. എന്നിട്ട് അത് നമ്മുടെ വാൽ ട്യൂബിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. 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 അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ. തിരിച്ചും സൈക്കിളിൽ വെക്കാൻ കാലത്ത് ഹോസ് പിടിച്ചിട്ട് ഇവിടെ വയ്ക്കും. പിന്നെ വീണ്ടും ബ്രാക്കറ്റിൽ വയ്ക്കാം. ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ അല്ലേ ഈ സൈക്കിൾ? അതെ, യങ്ങസ്റ്റാണ്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ. ഓക്കെ. ഇത് ലൂധിയാനയിലുള്ളൊരു സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ. എഴുതിയേക്കുന്നത് റാലി മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നൊക്കെയാണ്. ഓക്കെ. ഇംഗ്ലണ്ട് റാലി എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓരോ പോയിന്റിലും മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. എൻ്റെ സാഡിലിമ്പിലാണെങ്കിലും റാലി ബെസ്റ്റ് ഓഫ് ബ്രിട്ടൻ അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ലൈസൻസിൻ്റെ പുറത്താണോ അതങ്ങനെ അവരുണ്ടാക്കണമെന്ന് അറിയില്ല. ഇനി അവർ എങ്ങനെയാലും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൻ്റെ എന്താണ് ആഡഡ് ഫീച്ചർ ഉള്ളത്? ഇതിൽ ഗിയർ ഉണ്ടോ? ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗിയർ ഇതിൻ്റെ കൂടെ ബിൽറ്റിനായിട്ടുള്ളതല്ല. ഓക്കെ. സ്റ്റമ്മി ആർച്ചർ ഗിയർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റോഡ് സൈഡ് സൈക്കിളുകളിൽ കണ്ടിരുന്ന ഒരു ഗിയറാണ്.
ഓക്കെ 3 സ്പീഡാണ്. ഓക്കെ 3 സ്പീഡ് ഗിയർ. ഓക്കെ വർക്കിംഗ് ആണ് ഗിയർ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ഗിയറായിട്ട് ഞാൻ ഗിയർ മാത്രമായിട്ട് ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടെ ഇതിൽ അറിയാവുന്നൊരു ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് പരിചയമുള്ളൊരു ആളുടെ അടുത്ത് കൊടുത്ത് ചെയ്യിച്ചേക്കനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അദ്ദേഹം. അത് അവരുടെ ഫാമിലി അച്ഛനായിട്ടും സൈക്കിളിൻ്റെ വർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടിയൊക്കെ ചോദിച്ചിട്ട് അഡ്വൈസൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്തു തരാമെന്നുള്ള വാക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാനിത് വാങ്ങിച്ചത്. ഇങ്ങനൊരു സൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ചെയ്തു തരാം, വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇതിൻ്റെ സ്റ്റെമ്മി ആർച്ചർ, ഇതും ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗിയറാണ്, പക്ഷേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് സ്റ്റെമ്മി ആർച്ചർ 3 സ്പീഡ് ഗിയറാണ്. ഓക്കെ. ഇതിൻ്റെ ഫംഗ്ഷനാണ് 3 സ്പീഡിൽ വിടുള്ളൂ. ഇപ്പോൾ പുതിയ മോഡലുമായിട്ട് 7 സ്പീഡില്ല. ഓക്കെ. ഇതിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ പോകും. അല്ല, ഇതിപ്പോൾ തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. ഓക്കെ. ഈ 3 സ്പീഡിൽ 3 എഫർട്ടാണ് അതിന്. ഓക്കെ. ഓക്കെ. തേർഡിൽ വരുമ്പോഴേക്കും കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരും, പക്ഷേ ഹൈ സ്പീഡായിരിക്കും. ഓക്കെ.